ഈശോയിൽ സ്നേഹമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുന്നത് ബൈബിളിലെ രണ്ടാമത്തെ പുസ്തകമായ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒരു കഥയാണ്. കഥയുടെ പേരാണ് വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ടവൻ. ഇസ്രയേൽക്കാർ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ ആയിരുന്ന കാലഘട്ടത്തിൽ ഇസ്രയേലിൻ്റെ വളർച്ച കണ്ട് അസൂയ പൂണ്ട ഫറോ രാജാവ് തൻ്റെ ജനത്തോട് പറഞ്ഞു, നോക്കുവൻ, ഇസ്രയേൽ ജനത്തിൻ്റെ എണ്ണവും ശക്തിയും നമ്മുടേതിനേക്കാൾ അധികമായി വരുന്നു. ഒരു യുദ്ധമുണ്ടായാൽ ഇവർ ശത്രുപക്ഷം ചെന്ന് നമുക്കെതിരെ പൊരുതും. അതുകൊണ്ട് ഇസ്രയേൽക്കാരോട് തന്ത്രപൂർവ്വം പെരുമാറണം. രാജാവിൻ്റെ കൽപ്പന അനുസരിച്ച് ഈജിപ്തുകാർ ഇസ്രയേൽക്കാരോട് പെരുമാറി. വീണ്ടും രാജാവ് 2 ഹെബ്രായ സൗദിക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഹെബ്രായ സ്ത്രീകൾക്ക് പ്രസവ ശുശ്രൂഷ നൽകുമ്പോൾ ശ്രദ്ധിക്കുവൻ. പിറക്കുന്നത് ആൺകുട്ടിയെങ്കിൽ അവനെ വധിക്കണം, പെൺകുട്ടിയെങ്കിലോ ജീവിച്ചു കൊള്ളട്ടെ. എന്നാൽ ആ സൗദിക്കർമ്മിണികൾ ദൈവഭയമുള്ളതിനാൽ അവർ ആൺകുട്ടികളെയും ജീവിക്കുവാൻ അനുവദിച്ചു. ഈ സമയത്ത് ലേവി ഗോത്രത്തിൽപ്പെട്ട ഒരാൾ അതേ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. അവൾ ഗർഭധരിച്ചു ഒരു പുത്രനെ പ്രസവിച്ചു. ശിശു കോമളനായിരുന്നു. ഈജിപ്തുകാർ അറിയാതെ 3 മാസം വരെ രഹസ്യമായി ആ കുഞ്ഞിനെ വളർത്തി. തുടർന്ന് രഹസ്യത്തിൽ വളർത്തുക ദുഷ്കരമായി തീർന്നപ്പോൾ ആ അമ്മ ഒരു പേടകമുണ്ടാക്കി കുഞ്ഞിനെ അതിൽ കിടത്തി നദീതീരത്തുള്ള ചെടികളുടെ ഇടയിൽ കൊണ്ടുചെന്ന് വെച്ചു. കുഞ്ഞിന് എന്ത് സംഭവിക്കും എന്ന് കാണാൻ അവൻ്റെ സഹോദരി കുറേ അകലെ കാത്തുനിന്നു. അപ്പോൾ കുളിക്കുവാൻ നദിയിലേക്ക് ഇറങ്ങിയ ഫറോയുടെ പുത്രി ചെടികളുടെ ഇടയിൽ ആ പേടകം കണ്ടു. അവൾ ഒരു ദാസിയെ വിളിച്ചത് എടുപ്പിച്ചു. തുറന്നു നോക്കിയപ്പോൾ കോമളനായ ശിശു. അവൻ കരയുകയായിരുന്നു. രാജകുമാരിക്ക് ശിശുവിനോട് അനുകമ്പ തോന്നി. ഇതൊരു ഹെബ്രായ ശിശുവാണ് എന്നവൾ പറഞ്ഞു. അപ്പോൾ അകലെ കാത്തുനിന്ന അവൻ്റെ സഹോദരി രാജകുമാരി ചോദിച്ചു, നിനക്ക് വേണ്ടി ഈ ശിശുവിനെ മുലയോട്ട് വളർത്തുന്നതിന് ഞാനൊരു ഹെബ്രായ സ്ത്രീയെ വിളിച്ചു കൊണ്ടുവരട്ടെയോ? രാജകുമാരി പറഞ്ഞു, അങ്ങനെയാകട്ടെ. അവൾ പോയി ശിശുവിൻ്റെ അമ്മയെ വിളിച്ചു കൊണ്ടുവന്നു. രാജകുമാരി അവളോട് പറഞ്ഞു, നീ എനിക്ക് വേണ്ടി ഈ ശിശുവിനെ മുലയോട്ട് വളർത്തുക, ഞാൻ നിനക്ക് ശമ്പളം തന്നുകൊള്ളാം. അവൾ പോയി ശിശുവിനെ വളർത്തി. ശിശു വളർന്നപ്പോൾ അവൾ ഫറോയുടെയും പുത്രിയുടെയും അടുക്കൽ കൊണ്ടുചെന്നു. അവൾ അവനെ പുത്രനായി സ്വീകരിച്ചു. ഞാൻ ഇവനെ വെള്ളത്തിൽ നിന്ന് എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് മോശ എന്ന് പേരിട്ടു. സ്നേഹമുള്ളവരെ, മോശ എന്ന വാക്കിൻ്റെ അർത്ഥം വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ടവൻ. താങ്ക് യു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്ക് നമ്മുടെ ബൈബിളിലെ റൂത്തിന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒരു കഥ കേൾക്കാം. കഥയുടെ പേരാണ് 4-ാം കൽപ്പന. ഇസ്രായേലിൽ ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായി. അന്ന് യൂദയായിലെ ബെത്ലഹേംകാരനായ എലിമലേക് ഭാര്യ നവോമിയുടെയും മക്കളായ മഹ്ലോൻ കിലിയോനോടും കൂടെ മോവാബ് ദേശത്ത് കുടിയേറി പാർത്തു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ എലിമലേക് മരിച്ചു. മക്കൾ ഓർഫ, റൂത്ത് എന്ന മൊവാബ് സ്ത്രീകളെ വിവാഹം ചെയ്തു. 10 വർഷത്തോളം അവർ മൊവാബിൽ തന്നെ താമസിച്ചു. അങ്ങനിരിക്കെ മക്കളായ മഹ്ലോനും കിലിയോനും മരിച്ചു. നവോമിക്ക് ഭർത്താവും പുത്രന്മാരും നഷ്ടപ്പെട്ടു. കർത്താവ് തന്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട നവോമി മരുമക്കളോട് കൂടി മൊവാബിൽ നിന്നും തിരികെ യൂദായിലേക്ക് പോവാനൊരുങ്ങി. അവൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളോട് സ്വന്തം വീട്ടിലേക്ക് പോവുവിൻ. വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് 2 തവണ നിർബന്ധിച്ചു. മരുമക്കൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇല്ല, ഞങ്ങൾ പോകുന്നില്ല, അമ്മയുടെ ആളുകളുടെ അടുത്തേക്ക് ഞങ്ങളും വരുന്നു. ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഓർഫ എഴുന്നേറ്റ് അമ്മയെ ചുംബിച്ച് വിട വാങ്ങിപ്പോയി. റൂത്താകട്ടെ അമ്മയെ പിരിയാതെ നിന്നു. നവോമി പറഞ്ഞു, നിന്റെ സഹോദരി ചാർച്ചക്കാരുടെയും ദേവന്മാരുടെ അടുത്തേക്ക് മടങ്ങിപ്പോയല്ലോ, അവളെ പോലെ നീയും പോകുക. റൂത്ത് പറഞ്ഞു, അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുത്. അമ്മ പോകുന്നിടത്ത് വസിക്കുന്നിടത്ത് ഞാൻ വന്ന് വസിക്കും. അമ്മയുടെ ചാർച്ചക്കാരന് ദൈവവും എൻ്റെയും ചാർച്ചക്കാരന് ദൈവവും ആയിരിക്കും. മരണം തന്നെ എന്നെ അമ്മയിൽ നിന്ന് വേർപെടുത്തട്ടെ. അവൾ തന്നോട് കൂടെ പോരാൻ ഉറപ്പിച്ചു എന്ന് കണ്ട നവോമി അവളെ നിർബന്ധിച്ചില്ല. അവർ ഇരുവരും ബെത്ലഹേമിലെത്തി. തിരിച്ചെത്തിയ നവോമിക്കും റൂത്തിനും ജീവിതം ക്ലേശകരമായിരുന്നു. എങ്കിലും റൂത്ത് കാലാപ്പരയ്ക്ക് ജീവിച്ച് അമ്മയെ ശുശ്രൂഷിച്ചു. കർത്താവ് ബോവാസ് എന്ന ആളിലൂടെ റൂത്തിനെ അനുഗ്രഹിച്ചു. അവൾ ഒരു പുത്രന് ജന്മം നൽകി. ഓബദ് എന്ന് പേരിട്ടു. അവനാണ് നമ്മുടെ ദാവീദ് രാജാവിന്റെ പിതാവായ ജസ്സയുടെ പിതാവ് ഓബദ്.
സ്നേഹമുള്ളവരെ, അങ്ങനെ ദൈവം മാതാപിതാക്കന്മാരെ അനുസരിച്ചും ബഹുമാനിച്ചും സ്നേഹിച്ചും വന്ന റൂത്തിനെ യുഗാന്ത്യത്തോളം ഓർത്തിരിക്കുവാൻ നമ്മുടെ രക്ഷകനായ യേശുവിന്റെ വംശാവലി പട്ടികയിൽ പേർ ചേർത്ത് അനുഗ്രഹിച്ചു. കൂട്ടുകാരെ, എഫെസോസ് 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ പറയുന്നു, കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിച്ച് ജീവിക്കുക എന്ന് 4-ാം കൽപ്പന അനുസരിച്ച് ജീവിക്കാം. താങ്ക് യു.